തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം. ഇതിൻ്റെ ഐതിഹ്യം സത്യത്തിൽ ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് 2-3 തവണ ഞാൻ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും പിറകുവശത്തുകൂടിയായിരുന്നു ദർശനത്തിന് കയറിയിരുന്നത്. കാരണം അവിടെയായിരുന്നു വണ്ടിക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നാദ്യമായിട്ടാണ് ഞാൻ ഫ്രണ്ടിലൂടെ ദർശനം നടത്താമെന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഫ്രണ്ടിൽ ദർശനത്തിന് ചെന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പരശുരാമൻ്റെ ചെറിയൊരു അമ്പലമുണ്ട്. ഈ പരശുരാമൻ്റെ അമ്പലത്തിൽ നമ്മൾ വലം വച്ചിട്ട് വേണം ഈ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഈ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയാൽ അയ്യപ്പൻ്റെ നടയിൽ ദർശിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പുറത്തിറങ്ങി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിച്ച് വീണ്ടും മഹാദേവ ക്ഷേത്രത്തിൽ കയറി വലം ചുറ്റി തീർക്കണമെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിന് നമ്മുടെ പരശുരാമൻ 108 മഹാദേവ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിൽ ഏറ്റവും അവസാനത്തെ മഹാദേവ ക്ഷേത്രമാണ് തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദർശനം നമ്മൾ നല്ല രീതിയിൽ ഈ തവണ നടത്തി. പക്ഷേ എനിക്കിതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാവാത്ത കാരണമുണ്ട് ഞാൻ പരശുരാമൻ്റെ അടുത്ത് തൊഴുതു നേരെ മഹാദേവ ക്ഷേത്രത്തിൽ കയറി ചുറ്റി ഇറങ്ങി വന്നതിന് ശേഷമാണ് ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോയി കേട്ടോ.